എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലബാർ സ്റ്റൈലിലുള്ള ഇറച്ചി ചോറിൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് കാണിച്ചിട്ടുള്ളത്. 1/2 കിലോ ബീഫിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സവാള നീളത്തിൽ അരിഞ്ഞത്, 2 തക്കാളി, മല്ലിയില, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി, പച്ചമുളക്, ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, കുട്ടികൾക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫെനൽ സീഡ്സ് അഥവാ പെരിഞ്ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്കായ, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട 2ആയിട്ട് മുറിച്ചതും, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നീളത്തിലരിഞ്ഞ സവാളയും അതുപോലെ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഈ സവാള ഒരുപാടങ്ങ് ബ്രൗൺ നിറം ഒന്നുമായി വരണ്ട, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി, പച്ചമണം മാറണം. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതും കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഗരം മസാലയുടെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വഴണ്ടൊന്നും വരണ്ട, അതിന് മുൻപായിട്ട് തന്നെ ഇതിലേക്ക് പകുതി മല്ലിയില നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് ഗ്രേവിയോട് കൂടിയിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിസിൽ തീരുമാനിക്കാവുന്നതാണ്. അവസാനം ഇതിലേക്ക് കുറച്ച് കുരുമുളകൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് 4 വിസിലാണ് വേവിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരി നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. നമ്മളിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്, കൈമ അരി എന്ന് പറയും. പകരം നിങ്ങൾക്ക് ബസ്മതി അരിയോ സെല്ല റൈസോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാദ്യം നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ബസ്മതി അരി ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്താൽ മതി. ഇതേ സമയം കൊണ്ട് നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, പ്രഷറൊക്കെ പോയി. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ബീഫ് ഇതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഗ്രേവി മാത്രമായിട്ടൊന്ന് എടുക്കാം. ഗ്രേവിയിലാണ് നമ്മളിനി ചോറ് വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കിടുത്തയുള്ളൊരു തവി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ടോ ഇതൊന്ന് അരിച്ച് എടുക്കാവുന്നതാണ്. നമ്മൾ ഒരു തവി വെച്ചിട്ടൊന്ന് കോരിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ബീഫെല്ലാം ഒന്ന് മാറ്റുകയാണ്. ഫുള്ളായിട്ടങ്ങ് അരിക്കണം എന്നില്ല, ഗ്രേവിയിൽ കുറച്ച് മസാലയൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്തെടുക്കാം. 1 കപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മറ്റൊരു പാത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇത് ചേർക്കുന്നത്. പ്രഷർ കുക്കറിൽ തന്നെ എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ 3 കപ്പ് വെള്ളമാണ് നമ്മൾ വേണ്ടത്. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വെള്ളവും എടുത്താലും മതി. ഇതിലേക്ക് ചോറ് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള മല്ലിയിലയും കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ബീഫ് കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് പ്രഷർ കുക്കറിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടെ വിസ്താരമുള്ളൊരു പാത്രം എടുത്തതേ ഉള്ളൂ, പ്രഷർ കുക്കർ ചെറുതായതുകൊണ്ട്. നന്നായിട്ടൊന്ന് തിള വന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. അതിനുശേഷം തീ ഒരു പകുതിയായി കുറച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കുക. പകുതി ഫ്ലെയിമിലാണ് നമ്മളിത് വേവിക്കേണ്ടത്, വളരെ കുറച്ച് ഫ്ലെയിമിലാണ് ഇത് വേവിക്കേണ്ടത്. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറുതീയിലിട്ട് വേവിച്ചെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി ചോറ് റെഡിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 20 മിനിറ്റാണ് ഇന്നിത് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അരിയൊക്കെ നന്നായിട്ട് പരുവത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, അരികൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, അടിയിലും പിടിച്ചിട്ടില്ല.
നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഒരു സാലഡും പപ്പടവും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. എക്സ്ട്രാ ആയിട്ട് കറിയൊന്നും തന്നെ വേണ്ട. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്